എപ്പോഴും വുളൂഇന്റെ അവസ്ഥയിൽ ഒരു ബാത്റൂമിൽ പോയി തിരിച്ചു വരുമ്പോൾ വുളൂ എടുത്ത് വരാം. നമ്മുടെ വീടുകളിൽ സൗകര്യമുണ്ട്, പുറത്ത് സൗകര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ വുളൂ മുറിഞ്ഞാൽ വുളൂ എടുക്കുക. ദായിമുൽ വുളൂ നിരന്തരം കൊണ്ടു നടക്കുന്ന ആളുകളെ ഒരു ചെറുപ്പക്കാരനെയും പഴപ്പിക്കാൻ പിശാചിന് കഴിയില്ല. വുളൂയിലാണെങ്കിൽ വുളൂ മുറിഞ്ഞാൽ വുളൂ എടുക്കണം. അതൊരു സംരക്ഷണമാണ്, അതൊരു കാവലാണ്. നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കാൻ അല്ലാഹു സഹായിക്കും. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ മഹാനായ നബി തങ്ങൾ സ്വർഗ്ഗത്തിൽ വെച്ച് കണ്ടുമുട്ടിയിട്ടുണ്ട്. തങ്ങളുടെ മിഅ്റാജിന്റെ യാത്രയിൽ മഹാനവറുകൾ ബിലാൽ തങ്ങളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലിമ സബഖ്തനി യാ ബിലാൽ അയ്യു അമലിൻ അർജാ ഇൻദക ബിലാലേ, നിങ്ങൾ എന്റെ മുമ്പ് സ്വർഗ്ഗത്തിലെത്തിയല്ലോ. മഹാനായ ബിലാൽ തങ്ങളെ കുറിച്ച് നബി തങ്ങൾ പറഞ്ഞു, സ്വർഗ്ഗത്തിൽ ആദ്യം കടക്കുന്ന നബി തങ്ങൾ തന്നെയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ഒരു നേതാവ് വരുമ്പോ അവിടൊക്കെ കയറിയിട്ട് ആദ്യം അവിടെ നിന്ന് ശരിയാക്കി കൊടുക്കൂലേ, വരാനുള്ള വേദി ശരിയാക്കി ഒരുക്കി കൊടുക്കുക. അങ്ങനെ ഒരു പോക്ക് ബിലാൽ തങ്ങൾക്കുണ്ട് സ്വർഗത്തിലേക്ക്. അത് കഴിഞ്ഞാൽ പിന്നെ ബിലാൽ തങ്ങൾ പുറത്തിറങ്ങുന്നു. പിന്നെ ആ കവാടം തുറന്ന് കയറുന്നത് അഷ്റഫുൽ ഖൽഖാൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബിലാലേ സമിഅതു ഖശ്ഫതൻ, ഞാൻ നിങ്ങളുടെ കാലൊച്ച കേട്ടല്ലോ സ്വർഗത്തിൽ. നിങ്ങൾ എന്താ ഇത്രയും സ്വർഗപ്രവേശനത്തിന് സാധ്യമായ അമല് നിങ്ങൾ എന്തിനെ കുറിച്ചാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, എപ്പോൾ വുദൂ മുറിഞ്ഞാലും ഞാൻ വുദൂ എടുക്കും. വുദൂ എടുത്താൽ ഞാൻ 2 റക്അത്ത് നിസ്കരിക്കും. ഇതാണ് ഞാൻ ചെയ്യുന്നത്. ഹുവ ദാക, അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് സ്വർഗപ്രവേശനം എളുപ്പമായതെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം